ഞാൻ ഗുജറാത്തിയാണ്, പക്ഷെ വർഷങ്ങളായി ഞാൻ കേരളത്തിൽ ജോലി ചെയ്യുന്നു. കേരളം എൻ്റെ രണ്ടാമത്തെ വീടാണ്. ആസാദ് എന്ന വ്യക്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആസാദിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്താണ് അവൻ ഇത്രയേറെ കേരളത്തെ സ്നേഹിക്കുന്നത് എന്നറിയാൻ ഒരു കൗതുകം തോന്നി. ഞാൻ ചോദിച്ചു. അവൻ എന്നോട് തുടർന്ന് പറഞ്ഞു, ജനിച്ചതും വളർന്നതുമെല്ലാം ഗുജറാത്തിലാണ്. പെട്ടെന്ന് ശബ്ദം മാറി. വളരെ സാവധാനത്തിൽ എന്നോട് പറഞ്ഞു, എന്നാൽ ഞാനിവിടെ എത്തപ്പെട്ടു. ഇത് പറയുമ്പോൾ അവന്റെ മുഖത്തെ വലിയൊരു ദുഃഖം ഞാൻ കണ്ടു. ആസാദ് വീണ്ടും പറഞ്ഞു തുടങ്ങി, ഞാൻ ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ജനിച്ചത്. എൻ്റെ ബാല്യം കുറച്ചു കാലം അവിടെയായിരുന്നു. 90കളിലെ ഗുജറാത്തിനെ നടുക്കിയ ഭൂകമ്പത്തിൽ വളരെ ദുഃഖത്തോടെ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛനെയും അമ്മയും പെങ്ങളെയും എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ജീവിച്ചിരിക്കുന്നെന്നറിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളും ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് എന്നെ എൻ്റെ അമ്മാവൻ്റെ വീടായ പോർബന്തറിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ താമസിച്ചു വരുമ്പോൾ 2000-ലെ ഗുജറാത്ത് കലാപത്തിൽ എൻ്റെ ബന്ധുക്കളെയെല്ലാം കലാപകാരികൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ അവന്റെ തൊണ്ട ഇടറിയിരുന്നു. കേരളത്തിൽ വന്ന് ഇത്ര കാലമായി ഇവിടെ ജോലി ചെയ്തിട്ടും ആരും എന്നോട് ജാതി ചോദിച്ചിട്ടില്ല. എൻ്റെ മതം ഇന്നതെന്ന പേരിൽ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. ഇന്ന് ആസാദ് കേരള ഹോട്ടൽ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം നടത്തി വരുന്നു. കേരള ഹോട്ടൽ വെറും ഒരു പേര് മാത്രമല്ല, അതെന്റെ തിരിച്ചറിവാണ്. കേരളം എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയത് ഞെട്ടിക്കുന്നതായിരുന്നു. അത് വളരെ മനോഹരമായൊരു നാടാണ്. അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ചുള്ള എൻ്റെ തിരിച്ചറിവുകളാണ് എൻ്റെ സ്ഥാപനത്തിന് കേരള ഹോട്ടൽ എന്ന് പേരിടാൻ കാരണം. ആസാദിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, കേരളം എന്നും എല്ലാവർക്കും അഭയമാണ്. ദുരിതബാധിതർക്ക്, ദുരന്തങ്ങളിൽ പെട്ടുപോയവരെയും എന്നും കൈപിടിച്ച് താങ്ങിയിട്ടേ ഉള്ളൂ മലയാളികൾ. ഞാൻ ആസാദിനോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെയാണ് ഭായ്, എന്നും അതേ എന്നും. നമ്മുടെ കേരളം ഇങ്ങനെ തന്നെ ആകട്ടെ. ജാതിഭേദം മതദേശം ഇല്ലാതെ സർവ്വരും ഏക മനസ്സോടെ ഒന്നിച്ചു വാഴുവാൻ ഇനിയും മലയാളികൾക്ക് കഴിയണം. പണ്ടേ നമ്മൾ ഈ മണ്ണിൽ നിന്ന് പിഴുതു കളഞ്ഞതൊന്നും മുള പൊട്ടിക്കിളിർത്ത് വരാതിരിക്കാൻ അതിന് നാം ഇടം കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മലയാളികളെന്നും നമ്മുടെ മണ്ണിനെ കേരളം എന്നും പറയുന്നത്.